Hi friends, നമ്മൾ ഇന്ന് questions illustrations നോക്കുന്നത് AS10 property plan and equipment ആണ്. It's a wonderful easy chapter ആണ് CA Interലെ. So നമുക്ക് questionലേക്ക് നോക്കാം. Illustration 1. Entity A supermarket chain is renovating one of its major stores. The store will have more available space for in-store promotion outlets after the renovation and will include a restaurant. എന്ന് വെച്ചാൽ എൻഡിറ്റിക്ക് ഒരു സൂപ്പർ ചെയിൻ ഉണ്ട്, അതിലൊരു മേജർ സ്റ്റോർ റിനോവേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ റിനോവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു, കുറേ സ്പേസും ഉണ്ടാവുന്നു, ദെൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് വരാൻ പോവാണ്. Management is preparing the budget for the year after the store reopens, which includes cost of remodeling and expectation of a 50% increase in sales resulting from the store renovation, which will attract new customers and state whether the remodeling cost will be capitalized or not. ഇതെന്താന്ന് വെച്ചാൽ അങ്ങനെ റിനോവേറ്റ് ചെയ്തതിന് ശേഷം റിനോവേറ്റ് ചെയ്യാൻ പോവാണ് ആ എൻറ്റിറ്റി. സോ മാനേജ്മെന്റ് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ആ ബഡ്ജറ്റ് പറയുന്നത് അതിനകത്ത് കോസ്റ്റ് ഓഫ് റീമോഡലിംഗ് ഉണ്ടാവും എന്ന് വെച്ചാൽ റീമോഡലിംഗ് അത് റിനോവേറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ദെൻ അങ്ങനെ റിനോവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 15% സെയിൽസിൽ ഇൻക്രീസ് ഉണ്ടാവും പറയുന്നുണ്ട്. അപ്പോൾ 15% ഇൻക്രീസ് ഉണ്ടാവുന്നത് റീമോഡലിംഗ് കോസ്റ്റ് ആ ബഡ്ജറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ റീമോഡലിംഗ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുക അതോ P&Lലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുമോ? ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആസ് പെർ AS10 PPE ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അസറ്റ്. Probable future economic benefit will flow to the enterprise and cost of the item can be measured reliably. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്കത് PPE ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. ഇവിടെ കോസ്റ്റ് ഓഫ് റീമോഡലിംഗ്, ഇവിടെ കോസ്റ്റ് ഓഫ് റീമോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് എന്ത് സാധിക്കുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ദി ഐറ്റം ക്യാൻ ബി മെഷർ റിലയബിളി, അവിടെ നമുക്ക് ഐറ്റം മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് 50% ഇൻക്രീസ് ഇൻ സെയിൽസ് അവിടെ 15% ഇൻക്രീസ് ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നു, പ്രോബബിൾ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് വിൽ ഫ്ലോ ടു ദി എന്റർപ്രൈസ്. ഈ രണ്ട് കണ്ടീഷനും അവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് റീമോഡലിംഗ് കോസ്റ്റ് നമുക്ക് എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യാം, PPE ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. സോ ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. ആൻസർ നോക്കാം. The expenditure in remodeling the store will create future economic benefits in the form of 15% increase in sale. അതാണ് ഞാൻ പറഞ്ഞത്, 15% increase in sale ഉണ്ടാകുമ്പോൾ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് വരുന്നുണ്ട് എൻറ്റിറ്റിയിലേക്ക്. ആൻഡ് കോസ്റ്റ് ഓഫ് ദി റീമോഡലിംഗ് ക്യാൻ ബി മെഷർ ഫോർ ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. സോ ഈ രണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ എഴുതേണ്ട ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രോബബിൾ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് വിൽ ഫ്ലോ ടു ദി എന്റർപ്രൈസ്. സെക്കൻഡ് ക്രൈറ്റീരിയ ദ കോസ്റ്റ് ഓഫ് ദ ഐറ്റം ക്യാൻ മെഷർ റിലയബിളി. ഇത് രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുക, PPE നമുക്ക് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, illustration 2. Illustration 2. Entity A has an existing freehold property which intends to knock down and redevelop. During the redevelopment period, the company will move its production facilities to another site. The following incremental costs will be incurred. First one, setup cost of ₹5 lakh to install machinery in the new location. Second, rent of 15 lakhs. Third one, removal cost of 3 lakh to transport the machinery from the old location to the temporary location. Can these costs be capitalized into the cost of new building? ഇതെന്താ വെച്ചാൽ ഒരു ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഉണ്ട്, അവർ റീഡെവലപ്പ് ചെയ്യാൻ പോവാണ്. സോ റീഡെവലപ്പ് ചെയ്യാൻ ടൈമിൽ ഇവരുടെ കമ്പനി എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് വേറൊരു സൈറ്റിലേക്ക് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നപ്പോൾ അവർക്ക് കുറച്ച് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഉണ്ടായിരുന്നു, അഡീഷണൽ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ അതാണ് സെറ്റപ്പ് കോസ്റ്റ്. നമ്മുടെ വേറൊരു ലൊക്കേഷനിലേക്ക് പോകാൻ നേരത്ത് അവിടെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ, അതിന് സെറ്റപ്പ് കോസ്റ്റ് 5 lakh ആയിട്ടുണ്ട്. ദെൻ ആ ന്യൂ ലൊക്കേഷൻ വേണ്ടിയുള്ള റെന്റ് 15 lakh ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ഓൾഡ് ലൊക്കേഷന് ടെമ്പററി ലൊക്കേഷനിലേക്ക് മെഷീനറി ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത് റിമൂവൽ കോസ്റ്റ് ഉണ്ട്. സോ അതിന് 3 lakh. ഈ കോസ്റ്റ് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ ഇൻ ടു ദി കോസ്റ്റ് ഓഫ് ന്യൂ ബിൽഡിംഗ് വെക്കാൻ നേരത്തെ ഇതെല്ലാം ന്യൂ ബിൽഡിംഗിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ ഉണ്ടോന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി എക്സ്ക്ലൂഷൻ ആസ് പെർ AS10 എക്സ്ക്ലൂഷനിൽ പറയുന്നത് കോസ്റ്റ് ഓഫ് റീലൊക്കേഷൻ റീഓർഗനൈസിംഗ് പാർട്ട് ഷുഡ് ബി റിട്ടേൺ ഓഫ് ടു P&L ആസ് എൻ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ത് ചെയ്യണം, വുഡ് ഹാവ് ബീൻ അവോയ്ഡഡ് ബൈ ദി മാനേജ്മെന്റ്. സോ സെറ്റപ്പ് കോസ്റ്റ്, റെന്റ്, റിമൂവൽ കോസ്റ്റ്, സോ ടോട്ടൽ 15 lakh 23 lakhs എന്താണ് P&Lലേക്ക് റിട്ടേൺ ഓഫ് ആണ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ബട്ട് നോട്ട് ക്രിയേറ്റ് എനി ഇംപ്രൂവ്മെന്റ് ഇൻ എബിലിറ്റി ടു ജനറേറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്. സോ ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഓഫ് ടു P&L ആസ് ആൻ എക്സ്പെൻസ്. ഇത് ക്യാപിറ്റലൈസ് ചെയ്യത്തില്ല.
സോ അതാണ് ആൻസർ പറയുന്നത്. കൺസ്ട്രക്ടിങ് ഓർ അക്വയറിംഗ് എ ന്യൂ asset may result in incremental cost would have been avoided if the asset has not been constructed or acquired. അസറ്റ് കൺസ്ട്രക്ട് ചെയ്യുക അക്വയർ ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻക്രിമെന്റൽ കോസ്റ്റ് മാനേജ് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. These costs are not to be included in the cost of the asset if they are not directly attributable to bringing the asset to the location and condition necessary for it capable of operating in a manner intended by the management. എന്ന് വെച്ചാൽ ഈ കോസ്റ്റ് ഒന്നും ഒരു അസറ്റിന്റെ പ്രസന്റ് ലൊക്കേഷന് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഒന്നുമല്ല. The cost to be incurred by the company are in the nature of cost of relocation or reorganizing part of the company and do not meet the requirement of AS10 and therefore it cannot be capitalized. ഈ കോസ്റ്റ് എല്ലാം കോസ്റ്റ് ഓഫ് റീലൊക്കേഷൻ റീഓർഗനൈസേഷന്റെ പാർട്ടായിട്ടുള്ളതാണ്. സോ അത് AS10 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല. സോ ഇതെന്ത് ചെയ്തില്ല, ക്യാപിറ്റലൈസ് ചെയ്ത് ഇതെന്താ ചെയ്യുന്നത്, റൈറ്റ് ഓഫ് ടു return off to P&L. So it helps to maintain future economic benefits. Okay, then next one, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് തേർഡ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്. Then Omega Limited contracted with a supplier to purchase machinery which is to be installed in its one department in 3 months time. Omega Limited ഒരു സപ്ലയർ ആയിട്ട് കോൺട്രാക്ട് ചെയ്ത് മെഷീനറി വാങ്ങാൻ വേണ്ടി. സോ ഒമേഗ ലിമിറ്റഡ് മെഷീനറി വാങ്ങി അത് ഒരു ഡിപ്പാർട്ട്മെന്റ് 3 മാസം ടൈമിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 3 months എടുക്കാം മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, 3 months ടൈം. Special foundations were required for the machinery which were to be prepared within this supply lead time. ഓക്കെ, ഈ 3 മാസത്തിനുള്ളിലാണ് സ്പെഷ്യൽ ഫൗണ്ടേഷൻസ് എല്ലാം ചെയ്യേണ്ടത്. ദ കോസ്റ്റ് ഓഫ് ദി സൈറ്റ് പ്രിപ്പറേഷൻ ആൻഡ് ലേയിങ് ഫൗണ്ടേഷൻസ് വർ 1,40,000. 1,40,000 ആണ് ദ സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ്. These activities are supervised by a technician during the entire period who is employed for this purpose of 15,000 per month. 45,000 per month ആണ് ടെക്നീഷ്യൻ ഫീ. The machine was purchased at 1,58 lakhs purchase and 15,000 transportation charges were incurred to bring the machinery to the factory site. An architect was appointed at a fee of 30,000 to supervise the machinery installation at the factory site. You are required to ascertain the amount at which the machinery should be capitalized. So ആ മെഷീനറി നമ്മൾ സപ്ലയറിന് വാങ്ങുവാണ്. സോ മെഷീനിലേക്ക് ആഡ് ചെയ്യേണ്ട കോസ്റ്റ് എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ കോസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് സൈറ്റ് പ്രിപ്പറേഷൻ. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ നേരത്തെ എഴുതണം, പാരഗ്രാഫായിട്ട് തിരിയണം. സോ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ആസ് പെർ AS1 cost of an asset is any directly attributable costs which are necessary to bring the asset to the present location and the conditions to operate in a manner intended by the management. ഈ പാരഗ്രാഫ് എഴുതിയിട്ട് വേണം നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ, കാരണം ഈ പാരഗ്രാഫിന് മാർക്ക് ICA കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ടെന്ന് വെച്ചാൽ സൈറ്റ് പ്രിപ്പറേഷൻ ആൻഡ് ലേ ഫൗണ്ടേഷൻ 1,40,000. ഈ 1,40,000 എന്ത് ചെയ്യണം, ഈ 1,40,000 ആഡ് ചെയ്യണം. ദെൻ ടെക്നീഷ്യൻ ഫീ 45,000 പെർ മന്ത്. 45,000 പെർ മന്ത് ആണ്. സോ ഇവിടെ നമ്മൾ ഇൻസ്റ്റലേഷൻ എത്ര മന്ത് എടുക്കുന്നുണ്ട്, 3 months എടുക്കുന്നുണ്ട്. സോ 45,000 into 3 1,35,000 അവിടെ എന്ത് വരുന്നുണ്ട്, ടെക്നീഷ്യൻ ഫീ വരുന്നുണ്ട്. ദെൻ മെഷീനറി പർച്ചേസ് ചെയ്ത് 1,58 lakhനും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 15,000 ആണ്. ദെൻ ആർക്കിടെക്ട് ഫീ 30,000. സോ ഇവിടെ എടുത്തിരിക്കുന്ന എന്തൊക്കെയാണ്, ഇവിടെ പർച്ചേസ് പ്രൈസ് 1,58, സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് 1,40 ഉണ്ട്, ടെക്നീഷ്യൻ ഫീ ഞാൻ പറഞ്ഞത് 45,000 into 3. കാരണം ഇത് ടെക്നീഷ്യൻ ഫീ ഒരു മാസത്തേക്ക് 45,000 ആണ്. ബട്ട് നമ്മൾ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് 3 മാസത്തെ ടൈമിനുള്ള. സോ 3 മാസം അവിടെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. സോ അവിടെ ടെക്നീഷ്യൻ ഫീ വരുന്നത് 45,000 into 3 ആണ്. ഇതാണ് ഇവിടുത്തെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്, ഇത് മാത്രമേ ഉള്ളൂ. ദെൻ ഇനിഷ്യൽ ഡെലിവറി കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എത്രയുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസും 15,000 ഉണ്ട്. പിന്നെ ആർക്കിടെക്ട് ഫീ ഇവിടെ 30,000 ഉള്ളു. ഇവിടെ മൊത്തത്തിലുള്ള ആർക്കിടെക്ട് ഫീ ആണ് 30,000, അല്ലാതെ അവിടെ 30,000 പെർ മന്ത് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ആ 3 മാസത്തേക്കാണ് ആർക്കിടെക്ട് ഫീ എന്ന് പറയുന്നത് 30,000 കൊടുക്കുന്നത്, അതും 30,000. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെഷീനറി 1,61,55,000 ആസ് പെർ എന്ത് എഴുതണം,
ആസ് പെർ AS10. ഇവിടെ എഴുതേണ്ട പാരഗ്രാഫ് എന്താന്ന് വെച്ചാൽ ആസ് പെർ AS10 കോസ്റ്റ് ഓഫ് PPE ഈസ് കോസ്റ്റ് ഓഫ് PPE ഒക്കെ ഫുൾ ഫോം കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എഴുതണം. എനി ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് which are necessary to bring the asset to the present location and condition. To operate in a manner intended by management. സോ ഈ പാരയ്ക്ക് മാർക്ക് അലോട്ട് ചെയ്യുന്നുണ്ട് ICI. സോ ഇത് എഴുതണം, നിങ്ങൾ റീഡ് ചെയ്യാം. ആസ് പെർ AS10 കോസ്റ്റ് ഓഫ് PPE എനി ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് വിച്ച് ആർ നെസസറി ടു ബ്രിങ് ദി അസറ്റ് ടു ദി പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ ടു ഓപ്പറേറ്റ് ഇൻ എ മാനർ ഇന്റൻഡഡ് ബൈ ദി മാനേജ്മെന്റ്. എന്നിട്ടാണ് ഇത് കാൽക്കുലേഷൻ എഴുതാൻ. സോ അവിടെ മാർക്ക് നമുക്ക് തരും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണത്. ദെൻ ഫോർത്ത് വൺ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ Entity A, which operates a major chain of supermarket, has acquired a new store location. The new location requires significant renovation expenditure. Management expects renovation will last for 3 months, during which the supermarket will be closed. എന്ന് വെച്ചാൽ എൻഡിറ്റിക്ക് A സൂപ്പർമാർക്കറ്റ് ഉണ്ട്, അവിടെ പുതിയ സ്റ്റോർ ലൊക്കേഷൻ വരുവാണ്. സോ അതിനുവേണ്ടി 3 മാസം സൂപ്പർമാർക്കറ്റ് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. Management has prepared the budget for this period, including expenditure related to construction, remodeling costs, salaries of staff who will be preparing the store before its opening and related utility cost. What will the treatment of such expenditure? So, അവിടെ 3 മാസം ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടു. സോ അങ്ങനെ ആയപ്പോൾ മാനേജ്മെന്റ് ഹാസ് പ്രിപ്പയർഡ് ദ ബഡ്ജറ്റ് ഇൻക്ലൂഡിംഗ് ദ കോസ്റ്റ് റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ, റീമോഡലിംഗ് കോസ്റ്റ്, സാലറി ടു സ്റ്റാഫ് ആൻഡ് റിലേറ്റഡ് യൂട്ടിലിറ്റി കോസ്റ്റ്. സോ ഇതിനകത്ത് ഏതൊക്കെ കോസ്റ്റ് ആണ് ക്യാപിറ്റലൈസ് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യാതിരിക്കുക, അതാണ് ഇവിടെ ചോദിക്കുന്നത്. വാട്ട് വിൽ ദ ട്രീറ്റ്മെന്റ് ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ. സോ ആദ്യം തന്നെ നമ്മൾ ആസ് പെർ AS10 ഇത് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് വിച്ച് ആർ നെസസറി, അതെന്ത് ചെയ്യണം, അങ്ങനെ വരുന്നത് നമ്മൾ മേളിൽ പറഞ്ഞ അതേ പാരഗ്രാഫ് എഴുതുക. എന്നിട്ട് അത് ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ് എന്ന് എഴുതുക. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് എനി കോസ്റ്റ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ബ്രിങ് ദി അസറ്റ് ടു ദി പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ ടു ഓപ്പറേറ്റ് ഇൻ എ മാനർ ഇന്റൻഡഡ് ബൈ ദി മാനേജ്മെന്റ്. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ എക്സ്പെൻസ് ആൻഡ് റിട്ടേൺ ഓഫ് ടു P&L എന്ന് എഴുതാം. എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെ മാനേജ്മെന്റ് പ്രിപ്പയർ ദ ബഡ്ജറ്റ് ഇൻക്ലൂഡിംഗ് കോസ്റ്റ് റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ ആൻഡ് റീമോഡലിംഗ് ആൻഡ് ദെൻ സാലറി ഓഫ് സ്റ്റാഫ്, ദെൻ റിലേറ്റഡ് യൂട്ടിലിറ്റി കോസ്റ്റ്. സോ അവിടെ കൺസ്ട്രക്ഷൻ, റീമോഡലിംഗ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുക, അത് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആണ്. ദെൻ സാലറീസ് ഓഫ് സ്റ്റാഫ് അതെന്തല്ല, അത് എക്സ്ക്ലൂഡഡ് ആണ്, റിട്ടേൺ ഓഫ് ടു P&L. ദെൻ റിലേറ്റഡ് യൂട്ടിലിറ്റി കോസ്റ്റും റിട്ടേൺ ഓഫ് ടു P&L. സോ നമുക്ക് ആൻസർ റെഡി ചെയ്യാം. Management should capitalize the cost of construction and remodeling the supermarket because they are necessary to bring the store to the condition necessary for it capable of operating in the intended manner. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സെന്റൻസ്. ഇങ്ങനെ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുക. സോ കൺസ്ട്രക്ഷൻ, റീമോഡലിംഗ് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. The supermarket cannot be opened without incurring a remodeling expenditure and thus the expenditure should be part of the. So എന്താണെന്ന് വെച്ചാൽ ഈ റീമോഡൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സോ അതെന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യുക. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദി അസറ്റ്. Okay, then however if the cost of salaries, utilities and storage of goods are in the nature of operating expenditure that would be incurred if the market was open. ഇവിടെ വരുന്ന സാലറി കോസ്റ്റും യൂട്ടിലിറ്റി, സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് അതെല്ലാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ആണ്. അതെല്ലാം എന്താണ്, ഷോപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രം വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ദെൻ
So these costs are not necessary to bring the state to the condition necessary for its capital operating in the manner intended by the manner should be capitalized. So that should be expensed, should not be capitalized, should be expensed. So that return off to P&L as an expense. Construction or remodeling cost, it is a direct attributable cost. So na mail parna other paragraph then emit other capitalize then second one salary to staff or related utility cost in the return off to P&L as an expense, not a directly attributable cost. Okay, then second one fifth one ഒരു twist ഉണ്ട്. Question read ചെയ്യാം. An amusement park as a soft opening to the public. An amusement park as a soft opening to the public to rival run its attractions. Tickets are sold at 50% discount during this period and the operating activities 80%. എന്ന് വെച്ചാൽ അമ്യൂസ്മെന്റ് പാർക്ക് പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ട്രയൽ റണ്ണിന് വേണ്ടിയാണ്. ടിക്കറ്റ്സ് 50% ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി 80% ആണ്. The official opening day of the amusement park is 3 months later. 3 മാസത്തിന് ശേഷമാണ് ശരിക്കും ഒഫീഷ്യൽ ആയിട്ട് അമ്യൂസ്മെന്റ് പാർക്ക് ഓപ്പൺ ചെയ്യുന്നത്. Management claimed that the soft opening is a trial run necessary for the amusement park to be in a condition capable of operating the manner. മാനേജറിന് ക്ലെയിം ചെയ്യുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് അമ്യൂസ്മെന്റ് പാർക്ക് കറക്റ്റ് കണ്ടീഷനിലാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കാം. Accordingly, net operating cost incurred should be capitalized. Comment. So മാനേജർ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തു. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഒരിക്കലും പബ്ലിക്കിന് വേണ്ടി ട്രയൽ റണ്ണിന് വേണ്ടി ഓപ്പൺ ചെയ്തുവില്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഏത് അമ്യൂസ്മെന്റ് പാർക്ക് പബ്ലിക്കിന് വേണ്ടി ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അമ്യൂസ്മെന്റ് പാർക്ക് operated in a manner intended by the management even though it is operated at 80%, that is operated less than full capacity. So amusement park ട്രയൽ റൺ നടത്തുവാണല്ലോ. ട്രയൽ റൺ നടത്തുമ്പോൾ മാനേജ്മെന്റിന് ഏത് രീതിയിലാണോ നടത്താൻ തോന്നുന്നത് അതേ രീതിയിൽ ആണല്ലോ ട്രയൽ റൺ നടത്തുക. സോ amusement park operating in a manner intended by the management even though it is operated at less than full capacity. അത് 80% ആണെങ്കിൽ പോലും മാനേജ്മെന്റ് ഇന്റൻഷൻ പ്രകാരമാണ് അമ്യൂസ്മെന്റ് പാർക്ക് ട്രയൽ റണ്ണിന് നടത്തുന്നത്. സോ ദീസ് കോസ്റ്റ് ആർ സ്പെസിഫിക് ടു ദി സ്റ്റാർട്ടപ്പ്. ഈ കോസ്റ്റ് എല്ലാം ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്. സോ നെറ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് റിട്ടേൺ ഓഫ് ടു P&L ആസ് എൻ എക്സ്പെൻസ്, അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അത് നമുക്ക് ആൻസർ റീഡ് ചെയ്യാം. ഇത് മോസ്റ്റ്ലി തെറ്റിക്കും. 80% ആണല്ലോ ഇനിഷ്യൽ 80% ആകുമ്പോൾ 100% ആയിട്ടില്ല. 100% ആയാൽ മാത്രമേ റവന്യൂ എക്സ്പെൻഡിച്ചർ ആവത്തുള്ളൂ എന്നൊക്കെ നമ്മൾ തിങ്ക് ചെയ്യും. ബട്ട് അത് റോങ് ആണ്. ഒരിക്കലും അമ്യൂസ്മെന്റ് പാർക്ക് പബ്ലിക്കിന് വേണ്ടി ട്രയലിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല. അതിന് ലോ ആൻഡ് കംപ്ലൈൻസസ് കുറേ ഉണ്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഓപ്പൺ ചെയ്യുന്നതിന്. ഓക്കെ, സോ അതൊരു നെറ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സോ റിട്ടേൺ ഓഫ് ടു P&L ആസ് എൻ എക്സ്പെൻസ്. Answer read. The net operating cost should not be capitalized but should be recognized in the statement of P&L. Okay, even though it is running at less than full capacity, in the case of 80% operating, there is sufficient evidence that amusement park is capable of operating in the manner intended by the management. Therefore the costs are specific to the startup and therefore should be expensed as income. അതാണ് 80% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്താലും ഒരു സഫീഷ്യന്റ് എവിഡൻസ് തന്നെയാണ് അമ്യൂസ്മെന്റ് പാർക്ക് ഈസ് ഇന്റൻഡഡ് ഇൻ എ മാനർ ഓപ്പറേറ്റഡ് ഇൻ എ മാനർ ഇന്റൻഡഡ് ബൈ ദി മാനേജ്മെന്റ്. ഓക്കെ, സോ അത് എന്ത് നെറ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ത് അത് ഈ കോസ്റ്റ് ആർ സ്പെസിഫിക് ടു സ്റ്റാർട്ടപ്പ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് റിട്ടേൺ ഓഫ് ടു P&L ആസ് എൻ എക്സ്പെൻസ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, ഓക്കെ, സോ ഇതുവരെ നമുക്ക് ഇലിസ്ട്രേഷൻ 5 വരെ ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഇലിസ്ട്രേഷൻ 5 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വീഡിയോ അടുത്ത ഇലിസ്ട്രേഷൻസ് ആയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.